അവര് പ്രവാസ ലോകത്തിലാണ് ഭൂരിപക്ഷം റബ്ബേ. അറബ് നാടുകളിൽ ഉമ്മത്തിന്റെ സഹായകേന്ദ്രങ്ങളായിരുന്നു റബ്ബേ. നിന്റെ ധീരനാതിഥേയം നൽകിയ നാടാണല്ലോ അല്ലാഹ്. ആയിരക്കണക്കായ സ്വഹാബത്തിന് ആതിഥേയം നൽകിയ നാടാണല്ലോ അല്ലാഹ്. പഠിച്ചവരെ അന്ത്യകാലത്തെ സർവ്വമാന ഫിത്നകളുടെ അടയാളങ്ങൾ കാണുന്നു റബ്ബേ. അല്ലാഹു അവസാനത്തെ വലിയ വലിയ അടയാളങ്ങളുടെ വാതിൽക്കലേക്ക് നീങ്ങുന്നു അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ റമദാനിന്റെ 15ാമത്തെ ദിവസമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ മാസത്തിന്റെ 15ാമത്തെ ദിവസം നോമ്പനുഷ്ഠിച്ച് തറാവീഹ് നിർവഹിച്ച് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഒരുങ്ങുകയാണ്. നമ്മുടെയും നമ്മുടെ സ്ഥാപനത്തിന്റെയൊക്കെ ചരിത്രമെടുത്താൽ ഈ നിമിഷം വരെ നമുക്ക് ഒരുപാട് കടമകളും കടപ്പാടുകളും ബന്ധങ്ങളും ഒക്കെയുള്ള വലിയൊരു വിഭാഗമാണ് നമ്മുടെ സഹോദരങ്ങളായ പ്രവാസി സുഹൃത്തുക്കൾ, പ്രവാസി കുടുംബങ്ങൾ. അവര് നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിന്റെ ഈ കേരളക്കരയുടെ തന്നെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് ഉന്നമനത്തിന് വലിയ പങ്ക് വഹിച്ചവരാണ്. ദാരിദ്ര്യം മുന്നിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു കാലത്ത് ജീവൻ പണയം വെച്ച് പത്തേമാരിയിൽ കയറി യാത്ര ചെയ്തു അവരെത്തപ്പെട്ട അറബ് നാടുകളിൽ കഷ്ടപ്പെട്ട് അറബ് നാടുകളിലെ മണലാരുണ്യത്തിൽ വല്ലാതെ ത്യാഗപ്പെട്ടവർ നേടിയ സമ്പാദ്യം അതാണ് കേരളത്തിന്റെയും ഈ തെക്കേ ഇന്ത്യയുടെയും ഒക്കെ സാമ്പത്തികമായ നിലവിലെ നിലവാരത്തിലേക്ക് എത്താൻ ഈ നാടിനെ സഹായിച്ചു. ആ സാധുക്കൾ ഇന്ന് വല്ലാത്ത പ്രതിസന്ധി, അവരുടെ കുടുംബങ്ങളെന്ന് വല്ലാത്ത വേദനയിലാണ്. ബാങ്കുകൾ നിലച്ചു, റിഫൈനറികൾ അറബ് നാടുകളിൽ പുതിയ മാറ്റങ്ങൾക്ക് നിദാനമായ ഏറ്റവും അടിസ്ഥാനമായി വർത്തിക്കുന്ന ഓയിൽ ഫീൽഡ് റിഫൈനറികളൊക്കെ നിലച്ചു. വല്ലാത്ത അവസ്ഥയിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന, അടുത്ത എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കെന്നറിയാത്ത അവസ്ഥയിൽ പ്രവാസികളായി കഴിയുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളും ഭയാശങ്കയുടെ ജനങ്ങളിലാണുള്ളത്. എന്താണ് ഇനി, എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതിനെ കുറിച്ച് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത വല്ലാത്തൊരവസ്ഥ. ആദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ചില മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അവസാന കാലത്തിൽ ഒരു മഹായുദ്ധം നടക്കാനുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്, തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും. ആ അവസാന കാലത്തിൽ ലോകം അവസാനിക്കുന്നതിന്റെ മുമ്പായി ലോകാവസാനത്തിന് മുമ്പായി നടക്കുന്ന അവസാനകാല യുദ്ധം, ആ അവസാനകാല യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ഇമാമുൽ മഹ്ദി വരെയും ചെന്ന് നിൽക്കുന്ന, കണക്ട് ചെയ്തു വരുന്ന ഒരു യുദ്ധമാണ്. അത് ഖിയാമത്തിന്റെ അവസാനം വരെ നീണ്ടുപോകുന്ന, കുറെ കാലദൈർഘ്യമെടുക്കുന്ന ഒരു യുദ്ധമാണ്. അൽ മൽഹമത്തുൽ കുബ്ര എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പരിചയപ്പെടുത്തിയത്. ഹർ മജ്ദൂൻ അല്ലെങ്കിൽ യർമഗദൂൻ എന്നൊക്കെ ബൈബിളിൽ പറയുന്ന, അവരുടെ പ്രധാനപ്പെട്ട വേദങ്ങളിലൊക്കെ പറയപ്പെടുന്ന സെമിറ്റിക് മതങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഭയാനകമായ യുദ്ധം, ആദരമായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കണ്ണ് കാണാത്ത കാത് കേൾക്കാത്ത, അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ ഉൾക്കൊള്ളാനും അവന് ന്യായീകരിക്കാനും കഴിയാത്ത കാഴ്ചകൾ കാണും. അതുപോലെ കേട്ടാൽ ഉൾക്കൊള്ളാനും ന്യായീകരിക്കാനും കഴിയാത്ത കേൾവിയും കേൾക്കുന്ന അത്രയും ദയാരഹിതമായ അതിഭയാനകമായ ഒരു യുദ്ധമായിരിക്കും അന്നുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ അടയാളങ്ങളെല്ലാം ഏകദേശം ഒരു ഭൂരിപക്ഷം ഭാഗവും ഒത്തുവരുന്ന ഒരു സാമൂഹിക ക്രമത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോ അതിനു മുമ്പൊക്കെ പലരും തരത്തിലുള്ള അനുമാനങ്ങളൊക്കെ ഇത് ലോകാവസാനത്തിന് മുമ്പായി പറയപ്പെട്ട യുദ്ധമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിലൊന്നുമില്ലാത്ത പ്രകടമായ ചില അടയാളങ്ങൾ, എന്നാൽ അതിലൊന്നും കാണപ്പെടാത്ത പ്രകടമായ അടയാളങ്ങൾ ഇന്ന് നമുക്ക് കാണപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ചെറിയ ചെറിയ അടയാളങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. അതൊക്കെ നമ്മൾ ഒരുപാട് കാലം കേട്ടിട്ടുണ്ട്, നാം മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ, സമുദായത്തിൽ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അവസാന കാലത്തെ ഈ അടയാളങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന കാലത്തിലെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട അടയാളങ്ങളായി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം, മുസ്ലിം ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ റോമുമായിട്ടൊരു കരാറുണ്ടാക്കും. നിങ്ങളുടെ അയൽവക്കത്തുള്ള മറ്റൊരു ശത്രുവിനെ നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുമെന്നെല്ലാം പറഞ്ഞ ഭാഗങ്ങൾ
അതിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സതുസാലിഹുന റൂം ഇബ്രാഹാം ബത്തോടി എന്ന് പറയുന്ന ഇസ്രായേലുമായി അറബ് നാടുകൾ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടുണ്ടാക്കപ്പെട്ട കരാറ് തന്നെ ആവാമെന്നാണ് ആധുനിക പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയിടത്തോളം മനസ്സിലാവും. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അതിഭയാനകമായ യുദ്ധമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് നാളെയൊന്നും അവസാനിക്കാൻ പോണില്ല എന്ന് മാത്രമല്ല, ഇന്ന് യുദ്ധമുഖത്തേക്ക് വന്ന ആളുകൾ ഇന്നത്തെ ദിവസം നമ്മൾ വായിച്ച പത്രങ്ങളിൽ നമ്മൾ വായിച്ചു, റൊണാൾഡ് ട്രംപ് അമേരിക്കൻ സൈനികരോട് പടക്കോപ്പുകൾ ഒരുക്കാൻ വേണ്ടി പറയുമ്പോൾ അയാളും അയാളുടെ കൂട്ടാളികളും പറഞ്ഞത് ഇത് എർമഗദോനാണ്, ഇതുകൊണ്ട് ഇത് മതപരമായ ബാധ്യതയാണ്, കർത്താവായ യേശുവിന്റെ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. അതിന്റെ പേരിൽ യേശുക്രിസ്തുവിലും ഈസായിയത്തിലും മര്യാദയുള്ള വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ മാത്രം അവരുടെ സൈനികരിൽ പലരും അതിനെതിരെ പ്രതിഷേധിച്ചു എന്നും ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കണ്ടു. അപ്പോ വേദങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും എല്ലാവരും പ്രതീക്ഷിച്ച ഭയാനകമായൊരു യുദ്ധത്തിന്റെ മുഖത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നതെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം വേദനിക്കേണ്ടി വരുന്നത്, ഭയപ്പെടേണ്ടി വരുന്നത് ഞാൻ നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഉമ്മത്തുൽ മുസ്ലിമയുടെ വിഷയത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയുള്ള കാലം വരുമ്പോൾ ഏറ്റവും അധികം ത്യാഗപ്പെടേണ്ടി വരുന്ന, അതായത് പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പറയാൻ കഴിയാത്ത ദുരിതങ്ങളിലേക്ക് ഉമ്മത്ത് എത്തപ്പെടുമെന്നാണ്. ഈ പറഞ്ഞ റോമയുമായിട്ട് രക്ഷയുടെ പേരിൽ കരാറുണ്ടാക്കും, അവസാനം അവർ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സഹായവും തരാതെ അവർ നിങ്ങളെ വിട്ടേച്ചു പോകും. ഈ ദിവസങ്ങളിൽ അറബ് നാട്ടിൽ സാധുക്കളായ അറബികൾ അനുഭവിക്കുന്നതാണ്. കോടാനുകോടികളുടെ എണ്ണപ്പണം അത് കൊടുത്തിട്ട് രക്ഷയുടെ പ്രതീക്ഷയിലായിട്ട് അവരവരുടെ മടിത്തട്ടിലേക്ക് കൊണ്ടുവന്ന് താവളം കൊടുത്തവർ എല്ലാ സഹായവും വിട്ടെറിഞ്ഞിട്ട് അവരവരുടെ സ്വന്തം രക്ഷ തേടിപ്പോയി. ഇന്ന് അവരുടെ നാടുകളിൽ കൊണ്ടുവരപ്പെട്ട താവളങ്ങൾ അവർക്ക് ഏറ്റവും വലിയ ശകുനമായി മാറിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോ ഇനി വരാൻ പോകുന്നത് അതിഭയാനകമായ ദിവസങ്ങളാണെങ്കിൽ ഇതിലേറ്റവും അധികം ഇതിന്റെ അനന്തരഫലം അനുഭവിക്കാൻ പോകുന്ന നാട് നമ്മുടെ നാട്, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബങ്ങളാണ്. നമ്മുടെ നാട് കുടുംബങ്ങളെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്രവാസികളെയാണ്. അവരുടെയൊക്കെ ജീവിതങ്ങൾ പരമദയനീയമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയെല്ലാം തെളിഞ്ഞു വരുമ്പോ അള്ളാന്റെ സഹായമല്ലാതെ ഒരു സഹായവും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അതിഭയാനകമായ സാഹചര്യം. ചാരിറ്റി വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേവരെ നമ്മെ ഒരുപാട് സഹായിച്ചവരാണ് സാധുക്കളായ പ്രവാസികൾ. അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രമേൽ ബന്ധം, ബാധ്യതകൾ നമുക്കുണ്ട്. ആ സാധുക്കളായ സഹോദരങ്ങളുടെ ഉപജീവന വഴികൾ, തൊഴിൽ മേഖലകൾ, ബന്ധങ്ങളെല്ലാം തകരാൻ തുടങ്ങുമെന്ന ആശങ്കപ്പെടേണ്ട ദിനരാത്രങ്ങളാണ്. നമ്മളെപ്പോലെ തന്നെ ഇന്ന് നമ്മുടെ സമുദായത്തിലെ ഒരു ഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളും അവരുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കഴിയുന്നവരാണ്. ഈ സാഹചര്യത്തിൽ ഇന്നേവരെ അവരുടെ നല്ല കാലത്തൊക്കെ നമുക്ക് വേണ്ടി കാര്യമായി സഹായങ്ങൾ നൽകിയ, നമ്മെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച, അവർക്ക് കിട്ടിയതിന്റെ ഒരു വിഹിതം നല്ല മനസ്സോടെ നമുക്ക് വേണ്ടി പങ്കുവെച്ച ആ സാധുക്കൾ വിഷമിക്കുമ്പോ ഇനിയുള്ള നാളുകളിൽ സാലറി കിട്ടുമോ ഇല്ലയോ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നാണ് വിളിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. കമ്പനികളെല്ലാം അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ട് പോകണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനിലായിരിക്കുക. ഇനി കമ്പനികൾ സുരക്ഷിതമാകുമോ ഇല്ലയോ അവർക്ക് ആശങ്ക വന്ന സ്ഥിതിക്ക് കമ്പനികൾ എങ്ങനെ വൈൻഡപ്പ് ചെയ്യാമെന്നുള്ള ആലോചനകളിലേക്ക് അവർ നീങ്ങാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോ ആയിരക്കണക്കിന് നമ്മുടെ സഹോദരങ്ങളാണ് തൊഴിൽ നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. ഇന്നത്തെ നമ്മുടെ നാടിന്റെ ഈ രാജ്യത്തിന്റെ അവസ്ഥയറിയാം. സുബ്ഹാനല്ലാഹ്, ഈ സാധുക്കളായ അറബികളുടെ പ്രവാസികളുടെ സാമ്പത്തികമായ ഒരു വരവ് അല്ലെങ്കിൽ ആ സാമ്പത്തികമായ ഒരു ബന്ധം അതുകൂടെ നിലച്ചു കഴിഞ്ഞാൽ ചവറുകൂടയിലെ ചവറിന്റെ പരിഗണന പോലും ഈ സമുദായത്തിന്, ഈ രാജ്യത്ത്, ഈ നാട്ടിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ അല്പസ്വല്പമെങ്കിലും മുസ്ലിം ഉമ്മത്തിനോടൊരു മമത കാണിക്കപ്പെടുന്നത് സാമൂഹിക അന്തരീക്ഷം മുഴുവനും വർഗീയമായി മുസ്ലിം വിരുദ്ധമായി മാറി. ഈ സാഹചര്യത്തിൽ കേരളം പോലെയുള്ള ഈ തുരുത്തിൽ അല്പമെങ്കിലും ഒരു മമത കാണിക്കപ്പെടുന്നത് കയ്യിലുള്ള കുറച്ച് സാമ്പത്തിക ശേഷിയുടെ പേരിലാണ്. അത് ആകെ കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫിൽ നിന്നുമാണ്. ആ ഗൾഫിൽ നിന്നും വരുന്ന സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ സാമ്പത്തികമായ അല്പസ്വല്പം മെച്ചപ്പെട്ട അവസ്ഥയോ കണ്ടുകൊണ്ടുള്ള ചെറിയ പരിഗണനയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകൾ നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആ വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. കൂട്ടമായി ഒരു നാട്ടിലേക്ക് വന്നാൽ ഈ നാട്ടിൽ തൊഴിൽ കൊടുക്കാനുണ്ടോ?
ഈ നാട്ടിൽ ജീവിതമാർഗമുണ്ടോ? ഈ നാട്ടിലെ സർക്കാരുകൾ എന്ത് സഹായമാണ് നമുക്ക് തരാൻ സാധ്യതയുള്ളത്? കൊറോണയുടെ കാലത്തിലും അനന്തരമായിട്ടും വരുമ്പോൾ ഇപ്പോൾ കണ്ട ആ ഭയാനകമായ കാഴ്ചയ്ക്ക് എത്രയോ അപ്പുറം ദുരന്തപൂർണമായ ഒരു കാഴ്ചയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് നമ്മൾ പോഴെന്നല്ല, നമ്മുടെ എല്ലാ ദുആകളിലും ഇനിയുള്ള ദിവസങ്ങളിൽ പടച്ചറപ്പേ അവർക്ക് ഒരു വേദനയും ഒരു കഷ്ടപ്പാട് നീ വരുത്താതെ അല്ലാഹുവേ അവരുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലുമൊക്കെ ആശങ്കപ്പെടുന്ന എല്ലാ പ്രതിസന്ധിയും മാറ്റി അവരെയും നമ്മെ നീ കാക്കണേ എന്ന് പ്രത്യേകം നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. പടച്ചവന്റെ പ്രത്യേകമായ സംരക്ഷണം അവർക്കും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഇന്നേവരെയും സ്നേഹത്തോടെ നമ്മളോടൊപ്പം സഹകരിച്ച് ചേർത്ത് പിടിച്ച സാധുക്കളെ ഇനി നമ്മളാണ് ചേർത്ത് പിടിക്കേണ്ടെങ്കിൽ അതിനുള്ള അവസരം അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഓരോ ദിവസവും 30,000 രൂപയോളം സാമ്പത്തിക ചെലവ് വരുമ്പോഴും വലിയ ബാധ്യതയിലായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നോമ്പ് 15 വല്ലാത്ത പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. റമദാനിന്റെ തുടക്കത്തിൽ നമ്മൾ വർഷത്തിൽ ഒരിക്കലാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു സഹായപ്രവർത്തനം നമ്മൾ നടത്താറ്. ഈ വർഷവും നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ദിവസം 15. ഇന്നത്തെ ദിവസമാകുമ്പോൾ 5 ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല. നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടത് 9 ലക്ഷം രൂപയാണ്. ഇപ്പൊ നിലവിൽ ഇത്രയും 15 ദിവസമായിട്ട് 5 രൂപ പോലും കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ഇതുപോലെ ഈ നാട്ടിലുള്ള പള്ളികൾ, മദ്രസകൾ, ദീനിന്റെ കലാലയങ്ങൾ, ദീനിന്റെ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരുന്ന ആ വഴി അപ്രതീക്ഷിതമായി നിലയ്ക്കുകയാണ്. അല്ലാഹുവേ നിന്റെ സഹായമല്ലാത്ത ഒരു സഹായം നമ്മുടെ മുമ്പിലില്ല. പടച്ചറപ്പ് ഏറ്റെടുത്ത് അവന്റെ കൈനീട്ടി നമ്മളെ സ്വീകരിച്ചാൽ നമ്മളെ രക്ഷപ്പെട്ടു. ആകെ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഈ സാധുക്കളായ മക്കളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സ്വഹാബി വര്യൻ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ കാര്യം. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വലിയ പ്രമാണിയായ കുടുംബത്തിൽ പറഞ്ഞയാളാണ്. ഒരുപാട് വിജയങ്ങളൊക്കെ മഹാനവറുകളൊക്കെ നടന്നിട്ടുണ്ട് ഇസ്ലാമിക ഉമ്മത്തിന്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയ ചിന്തകൾ കടന്നു വന്നു. നമ്മെപ്പോലുള്ള ആളുകൾ ധീരന്മാരുടെ പരിശ്രമങ്ങൾ കൊണ്ട്, ധീരത കൊണ്ട്, നാം നേടിയെടുത്ത വിജയങ്ങൾ കൊണ്ടാണ് ഈ ഉമ്മത്തിൽ അല്ലാഹു ഈ ഇസ്സത്തൊക്കെ തരുന്നത് എന്ന തോന്നൽ പോലെയുള്ള ഭാഗങ്ങൾ തോന്നൽ വന്നു. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സംസാരങ്ങൾ വന്നു. ഈ സമയത്തിൽ ഇതറിഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അടുക്കലേക്ക് വിളിച്ചിട്ട് ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. യാ സഅദ്, നീ എന്താ മനസ്സിലാക്കുക സഅദേ? എന്താ മനസ്സിലാക്കുക സഅദേ? ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുആഫായിക്കും. നിങ്ങൾക്ക് ഇന്ന് അല്ലാഹു തന്നേക്കുന്ന നിഅമത്തുകൾ, നിങ്ങൾ ഇന്ന് ആസ്വദിച്ചിരിക്കുന്ന ആസ്വാദനങ്ങൾ, നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന നിഅമത്തുകൾ, നിങ്ങൾ നേടിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, ഇന്ന് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന ഇസ്സത്ത്, ഇതൊക്കെയും ഈ സാധുക്കളായ നിരപരാധികളായ നിഷ്കളങ്കരായ ഈ ചാരിറ്റി വില്ലേജിലൊക്കെ നമ്മളോടൊപ്പമുള്ള ഇതുപോലത്തെ ഈ മിണ്ടാപ്രാണികൾ എന്ന് പറയണം ആ നിലയിലുള്ള ഈ മനുഷ്യരെ കൂടാതെ നിങ്ങളുടെ പ്രതാപമോ നിങ്ങളുടെ പ്രമാണിത്വമോ കണ്ടുകൊണ്ടാണോ അള്ളാന്റെ റസൂൽ ചോദിച്ചത്? ഹൽ തുർസഖൂന ഹൽ തുൻസറൂന വതുർസഖൂന. നിങ്ങൾ സഹായിക്കപ്പെടുന്നത്, നിങ്ങൾ റിസ്ക് നൽകപ്പെടുന്നത് ഇവരെ കൊണ്ടല്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എന്നാൽ ആ ധാരണ തെറ്റാണ് കേട്ടോ. നിങ്ങൾക്കിടയിലുള്ള അവശരായ, കഷ്ടപ്പെടുന്ന, ത്യാഗപ്പെടുന്ന, വേദനിക്കുന്ന മനുഷ്യരാരാണോ അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിതം മാറ്റിവെച്ച് അവരോടൊപ്പം നിങ്ങൾ ചെലവഴിക്കാമെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. പടച്ചവന്റെ അഭൗതിക സഹായം അനുഭവിക്കുന്നവരാണ്. നമുക്കൊന്നും ബാക്കിയില്ല. എപ്പോഴും ബാധ്യതയാണ്, എപ്പോഴും ചെലവുകളുടെ മുമ്പിലാണ്. അപ്പോഴും പട്ടിണിയില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ ഞെരുങ്ങി നമ്മൾ പോവാണ്. ഈ അവസ്ഥ ഇനി നമ്മൾ ദുനിയവിയായി മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിഭയാനകമായ ഒരു ആശങ്കയാണ് മുമ്പിലുള്ളത്. നമുക്ക് എന്തെങ്കിലും തന്നുകൊണ്ടിരുന്ന ആളുകളുടെയൊക്കെ വരവ് നിലച്ചു. ഇന്ന് നോമ്പ് 15 തുലോതുച്ഛമായ ആളുകളാണ് വരുന്നത് തന്നെ. പ്രവാസികളായ സഹോദരങ്ങളെയൊക്കെ വിളിച്ചാൽ അവരൊക്കെ ആശങ്ക മാത്രമേ പറയാറുള്ളൂ. ഇത്തരുണത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെയും നമ്മയും എല്ലാം സുരക്ഷിതമാക്കട്ടെ, സംരക്ഷിക്കട്ടെ, പ്രത്യേകം കാവൽ അല്ലാഹു തരുമാറാകട്ടെ. കാര്യമായിട്ട് എല്ലാവരും ആമീൻ പറയും. എല്ലാവരും കാര്യമായിട്ട് ആമീൻ പറയും. എല്ലാ ദിവസവും നേരത്തെ എല്ലാവരും ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام
حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم انزله المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارة وفي الآخرة شفاعة ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتكسير عبادنا واستجب دعاءنا إنك أنت السميع العليم أرحم الرحيم يا الله കരുണാവാരിയായ ദയാലുവായ റബ്ബേ അല്ലാഹുവേ ഈ സാധുക്കളായ ഞങ്ങളെ നീ കബൂലാക്കണം അല്ലാഹ് ഈ സാധുക്കളോട് കരുണ കാണിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാദികൾ ഞങ്ങളുടെ പൊന്നുമക്കളും സഹോദരങ്ങളും മാതാപിതാക്കളും വേണ്ടപ്പെട്ടവർ സൗഹൃദ ബന്ധങ്ങൾ പടച്ചവനെ ഞങ്ങളെ ഈ സാധുക്കളെ സ്ഥാപനത്തിന്റെ ഇന്നേ വരെയുള്ള സഹകാരികൾ സഹായികൾ അവരെവിടെയാണുള്ളതെങ്കിൽ നിന്റെ പ്രത്യേകമായ ഹിഫാളത്ത് നൽകണേ അല്ലാഹ് പടച്ചവനെ നീ തന്ന ജീവനും സ്വത്തിനും സമ്പാദ്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും നിന്റെ പ്രത്യേകമായ കാവൽ തരണമല്ലാഹ് പടച്ച റബ്ബേ നീ തന്ന ജീവിതം നീ സന്തോഷത്തിലായി ആഫിയത്തിലായി നിന്റെ മാർഗത്തിലായി നിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കാൻ ആരോഗ്യത്തോടെ ഒരുപാട് കാലത്തെ ദീർഘായുസ് നൽകണേ അല്ലാഹ് ആഖിറ സബാനിന്റെ സർവമാന ഫിത്നകളെയും അതിജയിക്കുന്നവരാക്കണേ അല്ലാഹ് അന്ത്യകാലത്തിൽ ഉമ്മത്ത് കാണേണ്ടി വരുമെന്നതിന്റെ ഹബീബ് നമ്മളോട് മുന്നറിയിപ്പ് നൽകിയ ഭയാനകമായ മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തിയിരിക്കുന്നു അല്ലാഹ് പടച്ചവനെ അന്ത്യകാലത്തെ സർവമാന ഫിത്നകളുടെ അടയാളങ്ങൾ കാണുന്നുറപ്പേ അല്ലാഹു അവസാനത്തെ വലിയ വലിയ അടയാളങ്ങളുടെ വാതിൽക്കലേക്ക് നീങ്ങുന്നു അല്ലാഹ് ഇത്തരണത്തിൽ ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഭയാനകമായ കാലാന്തരത്തിലെ ഭയാനകമായ വല്ലാത്ത ദുരന്തങ്ങളുടെ കാലം നമ്മുടെ കൺമുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ആശങ്കപ്പെടുന്നുറപ്പേ അല്ലാഹ് ഇത്തരണത്തിൽ നിന്റെ കാവലല്ലാതെ സഹായമല്ലാതെ നീ ഏൽപ്പിക്കുന്ന നിന്റെ പ്രത്യേകമായ സൈന്യത്തിന്റെ സഹായമല്ലാതെ ഒരു സഹായം ദുനിയാവിൽ ഒരിട കിട്ടാത്ത കാലമാണല്ലോ അല്ലാഹ് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് ഞങ്ങളെ സഹായിക്കണമല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കണമല്ലാ ശിഷ്യായി സ്ഥാപനത്തിന് നീ സഹായിക്കണമല്ലാ പടച്ചവനെ തിരിച്ചറിവില്ലാത്ത മക്കളാണല്ലോ റബ്ബേ നിന്റെ ഹബീബി ഉമ്മത്തിന്റെ റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ സഹായത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രത്യേകം എടുത്തു പറഞ്ഞ ഏറ്റവും ബലഹീനരായ സാധുക്കളാണല്ലോ അല്ലാഹ് പടച്ച റബ്ബേ ഇവരോടൊപ്പം ഇവർക്ക് വേണ്ടി ഖിദ്മത്തിലായി കഴിയുന്ന ഈ നമ്മളെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ് ഞങ്ങളെ വേണ്ടപ്പെട്ടവർ നീ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ് പടച്ച റബ്ബേ റഹ്മാനായ നാഥാ റഹീമായ അല്ലാഹ് ഇന്നേ വരെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ ചാരിറ്റിയിൽ എന്ന മനോഹരമായി അവസ്ഥാന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് വരെയും ഇന്ന് മനോഹരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇതുവരെ എത്തുമ്പോ ഇതിന്റെ ശൂന്യമായ ഒരു അന്തരീക്ഷം മുതൽ ഇന്നേ വരെ നിന്റെ ആഖിറം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ വട്ടമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മുഖ്ലിസീങ്ങളായി ഇതിനു വേണ്ടി വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് സാമ്പത്തികമായി ശാരീരികമായി മനസ്സുകൊണ്ട് സമയം കൊണ്ട് ഏതെല്ലാ രൂപത്തിലൂടെ ഇതേവരെ സഹായിച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അല്ലാഹ് അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്
അവര് പ്രവാസ ലോകത്തിലാണ് ഭൂരിപക്ഷം റബ്ബേ. അറബ് നാടുകളിൽ ഉമ്മത്തിന്റെ സഹായ കേന്ദ്രങ്ങളായിരുന്നു റബ്ബേ. നിന്റെ ധീരനാതിഥേയം നൽകിയ നാടാണല്ലോ അല്ലാഹ്. ആയിരക്കണക്കായ സ്വഹാബത്തിന് ആതിഥേയം നൽകിയ നാടാണല്ലോ അല്ലാഹ്. ആയിരക്കണക്കായ സ്വഹാബത്തിലൂടെ നിന്റെ ദീനിന്റെ പുണ്യമായ പരിശ്രമം വളർന്ന് വികസിച്ച നാടാണല്ലോ അല്ലാഹ്. ആ നാടിന് വല്ലാത്ത ഫിത്നയുടെ ഫസാദിന്റെ കൂട്ടരങ്ങിലേക്ക് പോകുന്നു റബ്ബേ. എല്ലാ ദുരന്തങ്ങളും തൊട്ട നാടിനെ നമ്മയും കാക്കണമല്ലാ. അറബ് നാടുകളെ നീ കാക്കണമല്ലാ. നിന്റെ എല്ലാ ശത്രുക്കളെ തൊട്ടവരെയും നമ്മയും നീ കാക്കണം അല്ലാ. പിശാചിന്റെയും ദജ്ജാലിന്റെയും സർവ്വമാന പാത്രത്തിന്റെ ശക്തികളെ തൊട്ട് നിന്റെ പ്രത്യേകമായ കാവൽ ഭൂമിയിൽ ഉമ്മത്തിനെയും ഞങ്ങളെയും സഹായിക്കണമല്ലാ. നിങ്ങളുടെ പള്ളികളെ മദ്രസകളെ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കണം അല്ലാ. അല്ലാഹുവേ സാധുക്കളുടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കാക്കണമല്ലോ. ഉച്ചവനെ വർഷത്തിൽ ഒരു റമളാനിൽ നിന്റെ സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെടുന്ന സക്കാത്തിന്റെ സ്വതക്കയുടെ സഹായം കൊണ്ട് ഒരു വർഷത്തെ ചെലവെങ്കിലും കഴിഞ്ഞു പോകുന്ന തട്ടിമുട്ടി ഞെങ്ങിഞ്ഞെരുങ്ങി പോകുന്ന ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഭാവി യുദ്ധത്തിന്റെ ഭയാനകമായ അന്തരീക്ഷത്തിൽ എല്ലാ കാര്യങ്ങളും തകടം പറയുന്നു റബ്ബേ. പഠിച്ചവരെ നിന്റെ സഹായമല്ലാതൊരു സഹായം ഞങ്ങളുടെ മുമ്പിലില്ല അല്ലോ. ഈ സഹായിക്കണം റബ്ബേ, നീ സഹായിക്കണമല്ലോ, നീ സഹായിക്കണമല്ലോ. പാപികളായ ദോഷികളായ ആളുകൾക്കിടയിൽ നിന്റെ ശിക്ഷ വരുന്നവരേട്ടല്ലോ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, കുടുംബത്തിൽ, നാട്ടിൽ, വീട്ടിൽ എവിടെയെങ്കിലും നിനക്ക് തൃപ്തിയില്ലാത്ത, പൊരുത്തമില്ലാത്ത നിന്റെ സഹായം തടയപ്പെടാൻ കാരണമാകുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഞങ്ങളെ നീ മാറ്റി മോചിപ്പിക്കണം അല്ലാ. മോചിപ്പിക്കണം റഹ്മാനെ. പഠിച്ചവരെ റഹ്മാനായ അല്ലാ, വേണ്ട തിരുത്തലുകൾ ഞങ്ങൾക്ക് തരണമല്ലാ. ഞങ്ങളുടെ ഇബാദത്തുകളെ കൊണ്ട്, ഞങ്ങളുടെ ദുആകളെ കൊണ്ട് നിന്റെ സഹായം ചോദിച്ച് വാങ്ങി ചോദിച്ച് നേടിയെടുക്കാൻ പവറുള്ള ശക്തിയുള്ള ദുആയും ഇബാദത്തും തരണമല്ലാ. അല്ലാഹു അങ്ങനെയുള്ള തഖ്വയുള്ള മുത്തഖീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഗണത്തിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ. അല്ലാ, കാരുണ്യവാനായ റഹ്മാനെ, പടച്ചറബേ, നിന്റെ സഹായമൊന്നല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാ. പഠിച്ചവരെ ഇന്നേവരെ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുടെ റബ്ബേ, ഈ പരിപാവനമായ വിശുദ്ധ റമളാനിൽ പല രൂപത്തിലൂടെ പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. ഈ ഞെരുക്കത്തിലും ഉള്ളതിൽ നിന്നൊരു വിഹിതം ഞങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ട് ഈ സാധുക്കളെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ഒരുപാട് പേര് നാട്ടിലും പ്രവാസ ലോകത്തുണ്ട് റബ്ബേ. ഉള്ളതുപോലെ സഹായിക്കുന്നവരുടെ മനസ്സിന് ഈ വിശാലത കൊടുക്കണം അല്ലാ. ഒരുപാട് നൽകാനുള്ള സമൃദ്ധി കൊടുക്കണം അല്ലാ. എല്ലാ ഹൈറുകളെയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാ. നീ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ, വാര്യസന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഗുരുനാഥന്മാർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തോടെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാ. പഠിച്ചവനെ, അവരുടെ എല്ലാ ഉപജീവന തൊഴിൽ മേഖലകളിൽ ബറക്കത്ത് ചെയ്യണമല്ല. സംരംഭങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ബറക്കത്ത് ചെയ്യണമല്ല. പഠിച്ചവനെ, കച്ചവടക്കാർ ഈ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ വലിയ സഹായികളാണ് റബ്ബേ. ഈ നാട്ടിലായാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കച്ചവട മേഖലയിൽ കഴിയുന്നവരുന്ന വലിയ ഭീഷണിയിലും തകർച്ചയിലുമാണ് റബ്ബേ. അല്ലാഹുവേ, അപ്രതീക്ഷിതമായ ഒരു പുതിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. നിന്റെ ഐശ്വര്യം നൽകണം അല്ലാ. ഏത് പ്രതികൂല സാഹചര്യത്തിലും പലിശ പോലെയുള്ള ഹറാമിയത്തുകളിൽ ബന്ധപ്പെടാതെ നീ പഠിപ്പിച്ച ഹബീബ് പഠിപ്പിച്ച മര്യാദയുടെ ശരിയായ ശരീരത്തിന്റെ പാതയിലൂടെ കച്ചവടം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കാരുണ്യവാനായ അല്ലാ, പടച്ചറബേ, ഞങ്ങളെ വിട്ട് നിന്നിലേക്ക് നീ മുന്നേ കൂട്ടി വിളിച്ച് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരായ ഖബറാളികൾ, അവരാരെല്ലാം എവിടെയെല്ലാം ഏതെല്ലാം ഖബർസ്ഥാനുകൾ അതിവിശ്രമം കൊള്ളുന്നോ ആ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. സ്വർഗാവകാശികളിൽ പെടുത്തണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. പരലോകം ധന്യമാക്കപ്പെട്ടവരിൽ പെടുത്തണേ അല്ലാ. നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ നിന്റെ മാർഗത്തിലായി ഉയർന്നുകൊണ്ടിരിക്കുന്ന നിന്റെ ഭവനം അല്ലാ, എത്രയും വേഗം അതിന്റെ നിർമ്മാണ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ, അതിന്റെ ശേഷിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിവേഗം അതിൽ ഇബാദത്ത് ആരംഭിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നീ വിജയം നൽകണേ അല്ലാ.
തന്നവർക്കെല്ലാം എത്രയെങ്കിലും ഇരട്ടി തരാനുള്ള ബർക്കത്ത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, ഉപജീവനം, തൊഴിൽ മേഖല, വരുമാന മാർഗം ഇതെല്ലാമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വേദനകളും ആവശ്യങ്ങളും വേവലാദികളും പ്രയാസങ്ങളും ഉണ്ട് റബ്ബേ. എല്ലാം ആരെക്കാലം നീയാണ് അറിയുന്നവൻ റബ്ബേ. മനസ്സുകളുടെ വേദന അറിയുന്ന നാഥാ, ആവശ്യങ്ങൾ അറിയുന്ന റബ്ബേ, ഒക്കെ നീ റാഹത്തായി പരിഹരിച്ചു തരണമല്ല. നല്ല ഭാവി തരണമല്ല. ഞങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബാദികൾക്ക് പടച്ചവനെ ഞങ്ങൾ ആഗ്രഹിക്കും പോലെ റാഹത്തായ അഭിമാനപൂർവമായ സന്തോഷകരമായ ഒരു ഭാവി നൽകണം അല്ലാ. പടച്ചവനെ ഇസ്സത്തോടെ നിലനിർത്തുകയും ഇസ്സത്തോടെ ഈമാനോടെ കരുത്തോടെ നിന്റെ ദീനിന്റെ മാർഗത്തിലായി ഇമാമുൽ മഹദിയിലേക്ക് സഞ്ചരിച്ചു പോകുന്ന സംഘത്തോടൊപ്പം സഞ്ചരിക്കാൻ ആഖിർ സമാന് സത്യത്തിന്റെ പക്ഷത്തിലായി ഉറച്ചു നിൽക്കുന്നവരോടൊപ്പം ഏത് പ്രതിസന്ധി വന്നാലും പട്ടിണി വന്നാലും കഷ്ടപ്പാട് വന്നാലും അവിടെയൊന്നും തളരാതെ തകരാതെ പിടിച്ചു പിടിക്കുന്ന സഹായിക്കപ്പെടുന്ന നിന്റെ മലക്കുകളുടെ സഹായമുള്ള യഥാർത്ഥ സജ്ജനങ്ങളിൽ പെടുത്തണേ അല്ലാ. നീ ഖബൂലാക്കണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا لا تردنا أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.